ഇന്ത്യ ഓസ്ട്രേലിയ മൂന്നാമത്തെ ടെസ്റ്റ് നാളെയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് പുറത്തു വന്ന 3 ന്യൂസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് ഓപ്പണിംഗ് സ്ഥാനവുമായി ബന്ധപ്പെട്ടതാണ്. കഴിഞ്ഞ ടെസ്റ്റിൽ രോഹിത് ശർമ്മ 6ാം സ്ഥാനത്താണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. രോഹിത് ശർമ്മ ബാറ്റിംഗിൽ പരാജയപ്പെട്ടു. രോഹിത്തിന് ശരിക്ക് കളിക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. ഇപ്പോഴിതാ രോഹിത് ശർമ്മ സ്ഥാനം മാറിയിരിക്കുകയാണ്. നാളത്തെ മൂന്നാമത്തെ ടെസ്റ്റിൽ രോഹിത് ശർമ്മയായിരിക്കും ഓപ്പണിംഗിൽ കളിക്കാൻ പോകുന്നത്. രാഹുലിനെ 6ാം സ്ഥാനത്താണ് ഇറക്കാൻ പോകുന്നത്. രോഹിത് ശർമ്മയും ജയ്സ്വാളും ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്യും. ഇതോടുകൂടി രോഹിത് പഴയ ഫോമിലേക്ക് തിരിച്ചു വരും. അടുത്തൊരു അപ്ഡേറ്റ് നാളത്തെ ടെസ്റ്റിന്റെ സമയവുമായി ബന്ധപ്പെട്ടതാണ്. മൂന്നാമത്തെ ടെസ്റ്റിന്റെ സമയം മാറിയിരിക്കുകയാണ്. ഇന്ത്യൻ സമയം 5:50 ടെസ്റ്റ് ആരംഭിക്കുന്നത്. 5:50 മുതൽ 7:50 വരെ ആദ്യ സെക്ഷൻ ആരംഭിക്കും. പിന്നീട് 7:30 മുതൽ 8:30 വരെ ആയിരിക്കും രണ്ടാം സെക്ഷൻ. 8:30 ലഞ്ച് ബ്രേക്ക് ആണ്. മൂന്നാമത്തെ സെക്ഷൻ 8:30 മുതൽ 10:30 വരെ. നേരത്തെ മത്സരം തുടങ്ങുന്നതുകൊണ്ട് ആരാധകർക്ക് കാണാൻ സാധിക്കും. നാളെ ഇന്ത്യക്കാണ് ടോസ് ലഭിക്കുന്നതെങ്കിൽ ഇന്ത്യക്ക് ബാറ്റിംഗിൽ കൂടുതൽ സഹായകമാകും. അടുത്തൊരു അപ്ഡേറ്റ് ഇഞ്ചുറിയുമായി ബന്ധപ്പെട്ടതാണ്. കഴിഞ്ഞ മത്സരത്തിൽ ജസ്പ്രീത് ബുംറയ്ക്ക് പരിക്കേറ്റിട്ടുണ്ടായിരുന്നു. ഇപ്പോഴിതാ താരത്തിന്റെ പരിക്ക് മാറിയിരിക്കുകയാണ്. ബുംറ നാളത്തെ മാച്ചിൽ കളിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. നാളത്തെ ഇന്ത്യൻ ടീമിൽ വലിയ മാറ്റങ്ങളാണ് വരാൻ പോകുന്നത്. ജഡേജ ടീമിലേക്ക് തിരിച്ചെത്തി. അതുപോലെ ബൗളിംഗിലും മാറ്റമുണ്ട്. ഇന്ത്യ നാളെ രണ്ടും കൽപ്പിച്ചാണ് വരാൻ പോകുന്നത്. ബുംറയുടെ പരിക്ക് മാറിയത് ആരാധകർക്ക് സന്തോഷ വാർത്തയാണ്. കാരണം ഇന്ത്യയുടെ ബൗളിംഗിനെ ചുക്കാൽ പിടിക്കുന്നത് ബുംറയാണ്. ബുംറ ഇല്ലെങ്കിൽ അത് ഇന്ത്യക്ക് തിരിച്ചടിയായിരിക്കും. നാളത്തെ മാച്ച് ഇന്ത്യക്ക് എന്ത് വില കൊടുത്തും ജയിക്കേണ്ടതുണ്ട്. ഇനി ഒരു ടെസ്റ്റ് തോറ്റാൽ പോലും ഇന്ത്യ ചാമ്പ്യൻഷിപ്പിൽ നിന്ന് പുറത്താണ്. അതുകൊണ്ട് രോഹിത് ശർമ്മ പുതിയ പ്ലാനോട് കൂടിയാണ് നാളത്തെ ടെസ്റ്റിന് വേണ്ടി കാത്തിരിക്കുന്നത്. ഷമിയെ ഇന്ത്യ തിരിച്ചു വിളിക്കാൻ ഒരുങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് നടന്നില്ല. ഒരു പക്ഷേ 4ാമത്തെ ടെസ്റ്റിലായിരിക്കും ഷമി തിരിച്ചു വരുന്നത്. അപ്പോൾ നമുക്ക് നാളത്തെ ടെസ്റ്റിന് വേണ്ടി കാത്തിരിക്കാം. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.